She wants to get married, she wants it perfect. She wants her granddaddy preaching the service. She wants magnolias out in the country. Not too many people save her daddy some money. No, she got it all planned out. Yeah, I can see it all right now. I wear my black suit, black tie out in the back. I'll do a strong shot of whiskey straight out the flash. I'll try to make it through without crying, so nobody sees. Yeah, she wanna get married, she don't wanna marry me. I remember the night when I almost kissed her. Yeah, I kinda freaked out. We've been friends for forever, and I always wondered if she felt the same way. When I got the invite, I knew it was too late. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടെ കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിഖിലും ആശ്ലിയും തമ്മിലുള്ള വിവാഹ ആശീർവാദ കർമ്മത്തിലാണ് നമ്മൾ പങ്കുകാരാകുന്നത്. ഈ ആശീർവാദ കർമ്മത്തിൻ്റെ സാക്ഷി ബഹുമാനപ്പെട്ട റോബിൻ കോലഞ്ചേരി അച്ഛനാണ്. ഇവരൊന്ന് സ്വീകരിക്കുന്ന കൂദാശ ഇവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും ലഭിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിഖിലിൻ്റെ ഫാദർ ഈ ഇടവ ദേവാലയത്തിൻ്റെ കൈക്കാരന്മാരിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഇടവയുടെ സന്തോഷം ഇരട്ടിക്കുകയാണ്. അപ്പോൾ വിചാരിച്ച് പറഞ്ഞ പോലെ നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നിഖിലിനും ആശ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതം, വിവാഹ ജീവിതം സമ്പൂർണവും സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി
ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജ്യപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ വേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെയായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹീവനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള നാൾക്കത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതും എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്ഥലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചത് മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനയുടെ മധുരവിശ്വാസം സെവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 20 മുതൽ 31 വരെ കർത്താവെ ആശീർവദിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി.
ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രപഞ്ചത്തിനുത്ഭവം വചനം, പ്രഭുതൂകും ദൈവവചനം. പ്രപഞ്ചത്തിനുത്ഭവം വചനം, പ്രഭതൂകും ദൈവവചനം. ഇരുതലവാൾ പോലെ വചനം, ഫലമേകും ദൈവവചനം. ഇരുൾ തലവാൾ പോലെ വചനം, ഫലമേകും ദൈവവചനം. ജ്ഞാനമണി പോലെ ദൈവവചനം, നല്ല ഹൃദയമാം വയലിൽ വീണ ഫലമേകി എന്നിൽ വളരും വചനം ദൈവവചനം. ജ്ഞാനമണി പോലെ ദൈവവചനം, നല്ല ഹൃദയമാം വയലിൽ വീണ ഫലമേകി എന്നിൽ വളരും വചനം ദൈവവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവൻ എന്നവർ പറഞ്ഞു. അവർ അപകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ ആഷ്ലി നിഖിൽ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു സംഭവത്തിന് നമ്മളിന്നെല്ലാവരും സാക്ഷികളാകുകയാണ്. ഇവരുടെ ഈ വിവാഹം എത്രയും വേഗം നടക്കണം. ഇവരുടെ ജീവിതം, ഒന്നിച്ചുള്ള ജീവിതം വേഗം തുടങ്ങണമെന്നല്ല നമ്മൾ ആഗ്രഹിച്ച ആ സന്ദർഭം ഇന്ന് വന്നപ്പോൾ നമുക്ക് ദൈവത്തോട് എല്ലാവരും കൂടി നന്ദി പറയാം. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയിൽ ഒരു കുടുംബം,
രൂപം കൊള്ളുകയാണ് എന്ന്. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ നിഖിലിനും ആഷ്ലിക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിതം യേശു തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഒരു നല്ല കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗം 2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചോട്ടെ. ഒന്ന്, അവിടെ വീഞ്ഞ് ഇല്ലായിരുന്നു. വീഞ്ഞിൻ്റെ ഒരു കുറവ്. നിങ്ങളുടെ കുടുംബജീവിതത്തിലും കുറവുകളുണ്ടാകുമ്പോൾ നിങ്ങളാണ് പരസ്പരം മാതാവായിട്ട് തീരേണ്ടവർ, മാറേണ്ടവർ. നിങ്ങൾക്കുള്ള കുറവുകൾ നിങ്ങൾ പരസ്പരം പറഞ്ഞ് ആ കുറവിനെ ദൂരീകരിക്കാൻ നോക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം മാതാവുമായിട്ടുള്ള സംഭാഷണം പൂർത്തീകരിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങളും എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണല്ലോ. അപ്പോൾ കുറവുകളുണ്ടാകും, തീർച്ചയായിട്ടും കുറവുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഓർക്കുന്നതും. അപ്പോൾ മാതാവ് എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. മാതാവുള്ള കുടുംബത്തിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ട ആ കാൽഭരണികൾ, അവർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. വൈനാണെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. പക്ഷെ അതിനുള്ള പ്രാധാന്യം എന്താണെന്നോടെ നമുക്ക് ചിന്തിക്കാം. അതായത് നിങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ 2 കൽഭരണികളായിട്ട് മാറണം. നിങ്ങളുടെ മനസ്സ് ഈ കൽഭരണിയെക്കുറിച്ച് പറഞ്ഞതുപോലെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നുമെല്ലാം കവിഞ്ഞൊഴുകട്ടെ. ആ ഭരണികൾക്ക് പ്രാധാന്യമില്ലായിരുന്നു ഇന്ന് വരെ. പക്ഷേ ഈ കാനായിലെ കല്യാണം വഴിയായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. നിങ്ങൾ രണ്ടുപേരും കൽഭരണികളായി മാറുമ്പോൾ നിങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും നല്ല വീഞ്ഞ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കും കൂടെ ഇവിടെ ചേർത്ത് പറയുന്നുണ്ട്. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. നമ്മൾ ഒരിക്കലും താഴാൻ പാടില്ല. ദൈവത്തിൻ്റെ മുന്നിൽ താഴ്ന്ന ആവശ്യമില്ല, എളിമപ്പെടണം. താഴ്ന്ന തരമായി മാറരുത്. അതായത് നമ്മൾ കൊടുക്കുന്നതെല്ലാം നല്ലതായിരിക്കണം, ചിന്തിക്കുന്നതെല്ലാം നല്ലതായിരിക്കണം. വരുന്നവരുടെ കുറവുകളെ കുറ്റങ്ങൾ നമ്മൾ നോക്കരുത്. അങ്ങനെ നിങ്ങളോട് ബന്ധപ്പെടുന്നവരെ നന്നായിട്ട് കാണുകയും നിങ്ങൾ അവരോട് നല്ലത് പറയുകയും നല്ലത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വിവാഹ ജീവിതം പൂർത്തിയാകുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളും നല്ലവരായി തീരുക. മറ്റവർ നല്ലവരാണോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നു മുതൽ ഏറ്റവും ബെസ്റ്റ് ചിന്തകളും ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥനകളും നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങളായി തീരട്ടെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന കുടുംബജീവിതം ഈശോ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതവും നിങ്ങൾക്ക് മക്കളെ തന്ന് ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റിയിലോട്ട് വരട്ടെ. അങ്ങനെ സ്ലോലി ഗ്രാജുവലി നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളും ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളായി വിശ്വാസികളായി ജീവിക്കുകയും ചെയ്യും. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ഏറ്റവും ബെസ്റ്റായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. May that God who started this good work in you, we all pray, let him be there till it is completed by your death. Till your death, be faithful to each other. സഭയോടും പരസ്പരവും ഫെയ്ത്ത്ഫുള്ളായിട്ട് ജീവിക്കുക. അപ്പോഴാണ് നമ്മളുടെ കർത്തവ്യങ്ങളും കടമകളും പൂർത്തിയാകുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് നല്ലവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേരുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ.
അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന കൂദാശയോഗ്യർമ്മം ചെയ്യുവാനും അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായി നിൽച്ചെറിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിഖിൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആഷ്ലി എന്നതിൻ്റെ ഭാര്യയെ നീ സ്വീകരിക്കുന്നു. ആഷ്ലി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിഖിലിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷി, നിങ്ങൾ ഈ വിവാഹ സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുകയാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശു മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസ്തത്തിന് ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർണ്ണം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിവർക്ക് ശക്തി നൽകട്ടെ. ഇത് അവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരണവാനായ കർത്താവേ, മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ഉണരും പുതുമണം കലരും മധുകണം, ഉണരും പുതുമണം കലരും മധുകണം. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ ബദലാസ്യമേളമായി ഉണരുമീ വേളയിൽ. ഉണരും പുതുമണം കലരും മധുകണം, ഉണരും പുതുമണം കലരും മധുകണം.
മധുകണം ഉണരും പുതുമണം കലരും മധുകണം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരി, നിങ്ങൾ തല ഒന്നിച്ച് ആശീർവാദം സ്വീകരിക്കുകയും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. നമുക്ക് എല്ലാവരും തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഇവരെ കാത്തുകൊള്ളണം. അപ്രാർത്ഥനയെ സഹായിക്കുകയും അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിച്ചു പരിപാലനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ കർത്താവായ സന്താന സൗഭാഗ്യം നൽകി പ്രാർത്ഥന കുടുംബവും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും സൗഭാഗ്യം ചെയ്യട്ടെ. ആവശ്യം നിരവധി ആത്മാവിശ്വാസത്തിന്റെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മലവറയിലേക്ക് ശ്രീ ബഹുമാനത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. ദമ്പതിമാരായ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവമായി ശീലമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണ സ്വസ്തി. Frozen, I held my breath. Right from the start, I knew that I'd found the home for my heart. Beats fast, colors and promises. How to be brave, how can I love when I'm afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling. Don't be afraid, I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty and all she is. I will be brave, I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One
afternoon, ladies and gentlemen, friends and loved ones. Welcome to Ashley and Nikhil's wedding reception. Today calls for a grand celebration, and it is my distinct pleasure to introduce to you to the very first time Ashley and Nikhil as husband and wife. ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ കൈയ്യടികളോടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. Now, I would like to invite the bride and groom's parents onto the stage. Ashley and Nikhil embark on this journey together. I invite their parents to come forward and light the lamp. Let us wish them a life full of love and joy. So Ashley and Nikhil, I invite you to slice into this beautiful cake and exchange it among yourselves. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be.
ही है, हम रातों में रह गए जो वादे किए सारे, बस बातों में रह गए, बातों बातों में ही, ख्वाबों ख्वाबों में ही मेरे करीब है तू। तेरी तरफ मुझको तेरी तरफ जाना हो तू कभी रूबरू, शोर शराबा जो सीने में है मेरे कैसे वजह मैं करूं, हाल जो मेरा है मैं किसको बताऊं। मेरी साहिबा दिल ना किराए का, थोड़ा तो संभालो ना, नाजुक है ये टूट जाता है। साहिबा नींदे नींदे आए ना, रातें कटी जाए ना, तेरा ही ख्याल दिन दिन आता है। കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുട്ടി പടക്കങ്ങൾ മരണനേ. For Kalyanam is a beautiful day. వచ్చి చంపేస్తుండాయి ఫీలింగ్ ఫీలింగ్ సో వచ్చిండాయి ఫీలింగ్ సో వచ్చిండాయి ఫీలింగ్ సో వచ్చి చంపేస్తుండాయి ఫీలింగ్ ఫీలింగ్ సో లింగవాణితే అమ్ముగడో కన్నుల తుమ్ముగడో అంగిలి పూనిల నాముగడో పుచ్చిరి తుమ్మిగడో ముల్ల మలర్వడి చెట్టుగడో నిన్వడి చుండుగడో తెంతిరి నెత్తున వండుగడో పొంగిన తుండుగడో ஒன்னனை சத்து சத்துன்னு அடியை போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாவும் ஒன்னா பந்தயம் போட்டு நாம்பிய போல மன்னி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கொத்துக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட் முண்டாயின கூண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்போர்ட் உன்னை கூட்டுன்னு போவேன் ஜீப்ல வச்சு கட்டின பொண்டாட்டி அவங்க டாக்டரை லாப வரவே பாங்க உன்னோட மாமியா பெரிய டான்ஸ் ஆகிடண்டி என்னோட ஏரியா உண்டோ சூப்பா சீதோ பிளாட்டே மரியா பட்டு பட்டு மையடி தொட்டு தொட்டு பாரடி பட்டு பட்டு பூவடி
യേശുവിന്റെ ഈ ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്ന ഭാഗ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ ഒരുമിച്ച് ജീവിക്കുവാൻ സന്തോഷം സമാധാനമായിട്ട് ജീവിതാവസാനം വരെ ഒരുമയോടെ ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ കരം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അവരുടെ കൂടെ നടക്കണം, അവരെ എന്നും സംരക്ഷിക്കണമേ. യേശുവേ ഈ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. हाथों को तेरे अपने हाथों में ले लेता हूँ कि तकदीरें अपनी सारी पढ़ लूँ। ओ आँखों में तेरे छुपते अरमां मैं ढूंढता हूँ कि तू सोचे और पूरे मैं कर लूँ। अभी अभी तो हम दूर थे, बुरे हो गए तेरे रूबरू। ये भी सोचा ना कहाँ मैं खत्म कहाँ तू शुरू। आंखें तेरी गिरती हैं जब हमको नींदें आती है तब मेहरबान हुआ मेहरबान।